ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നമുക്കിന്ന് മമത കാലിയജിയുടെ ജാൻ സേ പ്യാരെ എന്ന ആ ഒരു ഏകാംഗിയിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഏകാംഗിയാണ്. ആദ്യം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക, ഏകാംഗി ആസ്വദിച്ച് വായിക്കുക, പിന്നീട് വീഡിയോസ് കാണുക. ദെൻ യു കം ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ. ആ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രോബേബിൾ ക്വസ്റ്റ്യൻസും ഞാനിവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ഡോക്ടർ കൗശിക് കോൺ थे? उन्होंने किस चीज़ का आविष्कार किया? ആരായിരുന്നു ഡോക്ടർ കൗശിക്? അദ്ദേഹം എന്ത് സാധനമാണ് കണ്ടുപിടിച്ചത്? ഡോക്ടർ കൗശിക് एक वैज्ञानिक थे, ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു അല്ലേ? जिन्होंने एक ऐसा नुस्खा खोज निकाला था जिसकी सहायता से निर्जीव प्राणियों को നയാ ജീവൻ ദാൻ ദിയാ ജാ സക്താ ഹെ. ജീവനില്ലാത്ത വസ്തുക്കളെ പോലും ആ സൊല്യൂഷൻ ഇട്ടാൽ ജീവൻ നൽകാനുള്ള ഒരു ചമത്കാരി ഒരു സൊല്യൂഷനാണ് ഡോക്ടർ കൗശിക് കണ്ടുപിടിച്ചത്. ഓക്കെ. ഡോക്ടർ കൗശിക് का सहयोगी कौन था? सहयोगी मीन्स असिस्टेंट. അവിനാശ് ഡോക്ടർ കൗശിക് का सहयोगी था. ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഇതിൽ പേര് നിങ്ങൾ ഓർത്തിരിക്കണം, അവിനാശും ഡോക്ടർ കൗശിക്കും. डॉक्टर कौशिक ने परीक्षण के लिए किस जीव को चुना? പരീക്ഷണാർത്ഥം ഏത് ജീവനെയാണ്, ഏത് ഓർഗാനിസം അല്ലെങ്കിൽ ഏത് ആനിമലിനെയാണ് ഡോക്ടർ കൗശിക് തിരഞ്ഞെടുത്തത്? ഡോക്ടർ കൗശിക് ने परीक्षण के लिए कॉकरोच को चुना. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഡോക്ടർ കൗശിക് क्यों इस परीक्षण पर लगते हैं? എന്തിനാണ് ഡോക്ടർ കൗശിക് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിർന്നത്? डॉक्टर कौशिक ने देखा कि जब किसी के घर में किसी की मृत्यु होती है तो उनके प्रियजन एकदम टूट जाते हैं. ഏതെങ്കിലും വീടുകളിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ പ്രിയജൻ, അവരുടെ ബന്ധുക്കളും മിത്രാദികളും എല്ലാം വളരെയധികം വിഷമിച്ചങ്ങ് തളർന്നു പോകും. रोते बिलखते उनका हाल बेहाल हो जाता है. मृतकों के परिवार वालों द्वारा दिए गए शोक समाचार पढ़कर डॉक्टर कौशिक काफ़ी दुखी और परेशान हो जाते थे. अतः उन रोते बिलखते लोगों के दुख को दूर करने के लिए उन्होंने यह परीक्षण किया और नुस्खा ढूंढ निकाला. അപ്പോൾ കരയുന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സിൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് അവരുടെ ആ ഒരു വിഷമത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടിയാണ് ഡോക്ടർ കൗശിക് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിർന്നത്. ഓക്കെ. ഡോക്ടർ കൗശിക് ആവിഷ്കാർ के प्रति ഉൻകെ സഹയോഗി അവിനാശ് കാ വിചാർ ക്യാ ഥാ? ഡോക്ടർ കൗശിക്കിൻ്റെ ഈ ഒരു ആവിഷ്കാരത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ തന്നെ അസിസ്റ്റൻ്റായ അവിനാശിന് എന്തായിരുന്നു അഭിപ്രായം? അതാണ് ചോദ്യം. അവിനാശ് കാ മാനന ഥാ कि मृत्यु को चुनौती नहीं दिया जा सकता क्योंकि वह एक ചിരസത്യ है. അവിനാശ് വിശ്വസിച്ചിരുന്നത് മരണമെന്ന് പറഞ്ഞാൽ ഒരു ചിരസത്യമാണ്, അതിനെ ചലഞ്ച് ചെയ്യാൻ ഒക്കില്ല. और वैसे भी अविनाश को इस बात में शंका थी कि व्यावहारिक जीवन में कोई मृतकों को वापस चाहेगा भी या नहीं. അത് മാത്രമല്ല, വ്യാവഹാരിക് ജീവൻ മേ പ്രാക്ടിക്കലി ലൈഫിൽ ആരെങ്കിലും മരിച്ചവരെ യഥാർത്ഥത്തിൽ തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും അവിനാശിന് സംശയമുണ്ടായിരുന്നു. ഉസെ യഹ ഭി ലഗ്താ था कि शायद वह कॉकरोच मरा ही न था क्योंकि कॉकरोच की बात ही निराली होती है. ഉസെ ജിത്തനാ ഭി മാറോ മർത്താ ഹി നഹി. വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അവിനാശിനൊരു സംശയം ഉണ്ടായിരുന്നു. ഈ ഡോക്ടർ കൗശിക് എക്സ്പെരിമെൻറ്റിന് ഉപയോഗിച്ച ആ ഒരു പാറ്റ, ആ ഒരു കോക്രോച്ച് യഥാർത്ഥത്തിൽ ചത്തതായിരുന്നു എന്ന് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം കോക്രോച്ചിൻ്റെ കാര്യം തന്നെ അങ്ങനെയാണ്, നമ്മൾ എത്ര ചൂലുകൊണ്ടും ചെരുപ്പ് കൊണ്ടും ഒക്കെ അടിച്ചാലും ചത്ത പോലെ കിടക്കും, പിന്നെ അത് ഓടി പോകും. ഡോക്ടർ കൗശിക് और अविनाश उस नुस्खे को लेकर कहाँ कहाँ जाते हैं? ആ ഒരു സൊല്യൂഷനുമായിട്ട് ഡോക്ടർ കൗശികോ അവിനാശും എവിടെയൊക്കെ പോകുന്നു? डॉक्टर कौशिक और अविनाश समाचार पत्र में प्रकाशित शोक समाचारों को देखकर 4 अलग अलग घरों में जाते हैं. ഈ ഫുൾ 1 ആക്ട് പ്ലേയിൽ ഡോക്ടർ കൗശികോ അവിനാശും 4 വീടുകളിലാണ് പോകുന്നത്. എവിടെയൊക്കെയാണ്? एक तो भावना नगर, वहाँ एक पिता की मृत्यु हुई थी. രണ്ടാമത്തെ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല. वहाँ एक माँ की मृत्यु हुई थी. और फिर मोहब्बत नगर, जहाँ एक नौजवान कैप्टन शर्मा की मृत्यु हुई थी एयर क्रैश में.
और सबसे अंतिम जगह कौन सी है? इबादत नगर, जहाँ एक कमसीन नववधु കമ്മോ की मृत्यु हुई थी. ഈ 4 സ്ഥലത്താണ് ഡോക്ടർ കൗശികും അവിനാശും ആ സൊല്യൂഷനുമായിട്ട് പോകുന്നത്. 7th क्वेश्चन, भावना नगर में पुत्र अपने पिताजी को पुनः जीवित क्यों नहीं करना चाहते? ഭാവന നഗറിൽ ഒരു പ്രായമായ അച്ഛനാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആൺമക്കൾ ഈ അച്ഛനെ പുനർജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? पुत्रों ने पिता की मृत्यु होने के तुरंत बाद ही उनके द्वारा लिखे वसीयतनामा की जांच कर ली थी. ഒന്നാമത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മക്കൾ ചെയ്തത് ആദ്യം എന്താണ്? വിൽപത്രം നോക്കി, വസീയത്നാമ അവർക്ക് ഫേവറബിളായിട്ടാണോ എഴുതിയിരിക്കുന്നതെന്നൊക്കെ തിട്ടപ്പെടുത്തി. यह भी जान गए थे कि पिता ने लेन देन का हिसाब भी निभा लिया था और इतना ही नहीं, उन्होंने पिता के कमरे को കിരായ पर देने का विज्ञापन भी दे दिया था. മാത്രമല്ല അച്ഛൻ ആർക്കെങ്കിലും കൊടുക്കാനോ വാങ്ങാനോ ഉണ്ടോ, കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടോ, ആ രേഖകളും ഒക്കെ പരിശോധിച്ച്, എന്ന് മാത്രമല്ല അച്ഛൻ താമസിച്ചിരുന്ന മുറി വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അഡ്വർടൈസ് വരെ ചെയ്തു. और वैसे भी दाह संस्कार का सारा इंतज़ाम हो चुका था और ऊपर से उनके द्वारा दिए गए समाचार के हिसाब से उनके छोटे भाई विदेश से हज़ारों डॉलर खर्च करके आ रहे थे. എന്ന് മാത്രമല്ല അച്ഛൻ മരിച്ചു എന്ന വാർത്ത ഇവർ കൊടുത്തതനുസരിച്ച് വിദേശത്തുള്ള 2 സഹോദരങ്ങളും കൂടെ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവരുടെ ഒരുപാട് ഡോളർ ഈ ഒരു കാര്യത്തിന് ചിലവായിട്ടുണ്ട്, അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ. जब उनको यहाँ पहुँचने पर पता चलेगा कि पिता जीवित हैं तो वे काफ़ी बिगड़ेंगे. അവരച്ഛൻ മരിച്ചു എന്നും പറഞ്ഞ് ഇങ്ങോട്ട് ലീവ് എടുത്ത് ഒരുപാട് പൈസയും ചിലവാക്കി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അച്ഛൻ മരിച്ചില്ല എന്നറിയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. उनके द्वारा ली गई छुट्टी और खर्च किए गए पैसे जो बर्बाद हो जाएंगे. അവരുടെ അടുത്ത ലീവ് വേസ്റ്റാവും, ചിലവാക്കിയ പൈസയും വേസ്റ്റാവും. उनकी पत्नियां तो बिल्कुल ही नहीं चाहती थी कि पिताजी पुनः जीवित हो, इसलिए पुत्र पिताजी को പുനഃ ജീവിത് നഹി കർണ ചാത്തേ. എന്ന് മാത്രമല്ല ഇവരുടെ ഭാര്യമാർക്ക് ഒട്ടുമേ താല്പര്യമില്ലായിരുന്നു അച്ഛൻ ഒന്നുകൂടെ ജീവിക്കണമെന്ന്. അപ്പോൾ അച്ഛനെപ്പറ്റി അച്ഛനെപ്പറ്റി മരിച്ചു കിടക്കുന്ന അമ്മായി അച്ഛനെപ്പറ്റി അവർ വലിയ വായിലെ കരഞ്ഞ് നിലവിളിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നല്ല കാര്യങ്ങൾ. പക്ഷേ ജീവിപ്പിക്കാൻ അവർക്കാർക്കും താല്പര്യമില്ലായിരുന്നു. ഗിരിജ ക്യോ അപ്നി സാസ് കോ പുനഃ ജീവിത് നഹി കർണ ചാത്തി തി. ഗിരിജ എന്ന് പറയുന്നത് ഇവർ പോയ 2ാമത്തെ വീടാണ്. അവിടെ ഒരു അമ്മയാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ മരുമോളാണ് ഈ ഗിരിജ. ഗിരിജ की सास बीमारी के कारण 5 सालों से खटिया पकड़े हुए थी और इन हालातों में गिरिजा ने ही उनकी सेवा की थी. അപ്പോൾ ഗിരിജയ്ക്ക് പറയാനുള്ളത് എന്താണ്? 5 വർഷമായിട്ട് ഈ മരിച്ചുപോയ ഈ അമ്മായിയമ്മ കിടപ്പായിരുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഗിരിജയാണ്. परिवार के अन्य सदस्य और रिश्तेदार तो कोई ना कोई बहाना बनाकर खिसक जाते थे. അവരുടെ ഫാമിലിയിലെ മറ്റ് റിലേറ്റീവ്സും മറ്റ് മെമ്പേഴ്സും എല്ലാം രാവിലെ ആകുമ്പം ജോലി അല്ലെങ്കിൽ പഠിത്തം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങും. മാ കോ പുനഃ ജീവിത് കർണേ കാ മത്ലബ് ഹുവാ ഉസ്കി മോത്ത്. കിസ്കി മോത്ത്? ഗിരിജ കി മോത്ത്. അമ്മായിയമ്മ ഇനിയും ജീവിച്ചു വരുവാണെങ്കിൽ അതിനർത്ഥം ഗിരിജയുടെ മരണമാണ്. കാരണം ഗിരിജ നോക്കി നോക്കി മടുത്തു. ഇസ്ലിയെ ഗിരിജ അപ്നി സാസ് കോ പുനഃ ജീവിത് നഹി കർണ ചാത്തി. പുനഃ മീൻസ് അഗെയിൻ. അപ്പം അതുകൊണ്ടാണ് ഗിരിജ അമ്മായിയമ്മയെ ഇനിയും ജീവിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത്. 9th क्वेश्चन, कैप्टन शर्मा की पत्नी डॉक्टर कौशिक से क्या कहती है? ഒരു 3ാമത് പോയ വീട്ടിൽ ഒരു ചെറുപ്പക്കാരനാണ് മരിച്ചത്. ഒരു ക്യാപ്റ്റൻ ശർമ്മ, അദ്ദേഹം ഒരു എയർ ക്രാഷിലാണ് മരിച്ചത്. അപ്പോൾ ഒരു ചെറുപ്പക്കാരി ഭാര്യയാണ് വിധവയായത്. ആ ഭാര്യ എന്താണ് ഡോക്ടർ കൗശിക്കിനോട് പറഞ്ഞത്? മുഹബത്ത് നഗർ में कैप्टन शर्मा की मृत्यु एयर क्रैश में हुई थी. उनकी जवान पत्नी काफ़ी दुखी नज़र आ रही थी, लेकिन मन ही मन वह जीवन बीमा निगम से मिलने वाली बड़ी धनराशि की आशा लगाए बैठी थी. ജീവൻ ബീമ നിഗം എന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ്, LICയിൽ നിന്ന് ഭർത്താവ് മരിക്കുമ്പം, പ്രത്യേകിച്ച് എയർ ക്രാഷിൽ മരിക്കുമ്പം ഒരുപാട് ലക്ഷങ്ങൾ കിട്ടും. അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ ചെറുപ്പക്കാരിയായ ഭാര്യ. अतः वह नहीं चाहती थी कि उसका पति कैप्टन शर्मा पुनः जीवित हो.
वह बहाना बनाती है कि अपने पति की आत्मा को डॉक्टर कौशिक के परीक्षण द्वारा कलंकित नहीं करना चाहती. അപ്പോൾ ചെറുപ്പക്കാരിയാണ്. ഡോക്ടർ കൗശിക്കിൻ്റെ അടുത്ത് തുറന്ന് പറയാനും ഒക്കത്തില്ല എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ചു വേണ്ട എന്ന്. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം പറയും, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഈ ഒരു പരീക്ഷണം കൊണ്ട് കലങ്കിതമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മലിനമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ. 10th क्वेश्चन, कम्मो का जवान पति डॉक्टर कौशिक को क्या जवाब देते हैं? അപ്പം 4ാമത്തെ വീട്, ലാസ്റ്റ് വീട്, ഇബാദത്ത് നഗറിൽ പോയ ആ വീട്ടിൽ ഒരു നവവധുവാണ് മരിച്ചത്. വിവാഹം കഴിഞ്ഞ് അധികം നാളായിട്ടില്ല. ചെറുപ്പക്കാരിയായ ഒരു കമ്മോ ആണ് മരിച്ചത്. കമ്മോയുടെ ഭർത്താവ് വളരെ അധികം കരച്ചിലും നിലവിളിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇബാദത്ത് നഗർ में कमसीन नववधु कम्मो की मृत्यु हुई थी और उसका पति काफ़ी दुखी होने का अभिनय कर रहा था, लेकिन मन ही मन वह पुनर्विवाह का सपना देख रहा था. ഉള്ളിൽ ഒരു റീമാരേജിൻ്റെ ഉള്ള എല്ലാ പദ്ധതികളും ആ ചെറുപ്പക്കാരൻ ഇടുകയായിരുന്നു. ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞില്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹം അത് സ്വപ്നം കാണുമായിരുന്നു. अपनी पत्नी कम्मो का दाह संस्कार होने से पहले ही वह समाचार पत्र में आए वैवाहिक विज्ञापनों पर लाल निशान लगाए बैठा था. അപ്പോൾ അയാളുടെ കയ്യിൽ പത്രപരസ്യം ഉണ്ടായിരുന്നു. ഏതാ? വിവാഹ പരസ്യം, മാട്രിമോണിയൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഇല്ലേ, അത് നോക്കി അദ്ദേഹം അടുത്ത പെൺകുട്ടിയെ ആരെ സെലക്ട് ചെയ്യണമെന്നുള്ള വട്ടമിട്ടിരിക്കുകയായിരുന്നു. अतः काफ़ी चालाकी से वह डॉक्टर कौशिक को जवाब देते हैं कि कम्मो कहीं गई ही नहीं है कि उसे वापस लाया जाए. വളരെ ബുദ്ധിപൂർവ്വം അയാൾ ഡോക്ടർ കൗശിക്കിനോട് പറയും, അതിന് കമ്മോ ഇവിടെ തന്നെ ഉണ്ട്, എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നില്ല അവൾ പോയെന്ന്. അതുകൊണ്ട് പോയ ആളിനെയല്ലേ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഇഷ്യൂ വരുന്നത്. കമ്മോ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. वह कहता है कि कम्मो अब भी उसके रग रग में समाये हुए है. അവൻ്റെ ഓരോ ശ്വാസത്തിലും കമ്മോ ഉണ്ട്, അതുകൊണ്ട് കമ്മോ എങ്ങും പോയിട്ടില്ല. अतः जब उसकी पत्नी कम्मो कहीं गई ही नहीं है तो उसे वापस लाने का सवाल ही नहीं उठता. ഭാര്യ എങ്ങും പോയില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ മരിച്ചെന്ന് വിശ്വസിക്കുന്നില്ല, അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു അഭിനയമാണ് അയാൾ കാണിച്ചത്. अंत में डॉक्टर कौशिक किस नतीजे पर पहुंचते हैं? നതീജ എന്ന് വെച്ചാൽ എന്ത് തീരുമാനത്തിലാണ് എത്തിയത്, എന്ത് കൺക്ലൂഷനിലാണ് എത്തിയത്. डॉक्टर कौशिक को इस बात का एहसास हो जाता है कि इस दुनिया में धन दौलत और पैसा ही सब कुछ है. प्रियजनों के बिछुड़ने पर मनाया जाने वाला शोक मात्र दिखावा होता है. അവസാനം ഈ ഒരു കൺക്ലൂഷനിൽ ഡോക്ടർ കൗശിക് എത്തി. प्रियजनों के बिछुड़ने पर जो शोक मनाया जाता है वो केवल दिखावा होता है. വെറും കാഴ്ചയാണ്, ചുമ്മാതെയാണ് ഈ കരച്ചിലും ഈ പത്രപരസ്യവും ഈ ദുഃഖമുണ്ടെന്നൊക്കെ ആൾക്കാർ അഭിനയിക്കുന്നത്. യഥാർത്ഥത്തിൽ ആർക്കും മരിച്ചവരെ തിരിച്ച് വേണ്ട. हकीकत तो यह है कि कोई भी अपने मृत प्रियजनों को वापस नहीं चाहते, चाहे मृत प्रियजन बूढ़ा हो या जवान. ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും മരിച്ചു കഴിഞ്ഞാൽ ആരെയും തിരിച്ചു വേണ്ട. അവർ വിട്ടുപോയ സമ്പത്തും അവരുടെ വിൽപത്രവും ഒക്കെ ഓക്കെയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ചെറുപ്പക്കാരാണെങ്കിൽ അടുത്ത വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് ജീവിതം മുന്നോട്ട് പോകാനാണ് എല്ലാവർക്കും താല്പര്യം. ഈ ഒരു നഗ്ന സത്യം ഡോക്ടർ കൗശിക് അവസാനം മനസ്സിലാക്കും. और वे इस नतीजे पर पहुंचते हैं कि प्रियजनों के बिछुड़ने पर जो शोक मनाया जाता है वो मात्र दिखावा है. വെറും ഷോ ആണ്. പ്രിയപ്പെട്ടവർ മരിക്കുമ്പം ഈ കരച്ചിലും നിലവിളിയൊക്കെ വെറും ഷോ ആണെന്നാണ് ഡോക്ടർ കൗശിക്കിന് മനസ്സിലായത്. ഓഥറിനെ പറ്റി പറയുകയാണെങ്കിൽ മമത കാലിയയുടെ ഫസ്റ്റ് ഉപന്യാസ് ബേഘർ ആയിരുന്നു. ബേഘർ നിങ്ങൾ ഓർത്തിരിക്കണം, ഇറ്റ് വാസ് ഹർ ഫസ്റ്റ് നോവൽ. പിന്നെ മമത കാലിയാജിയുടെ തന്നെ മറ്റ് നോവലുകൾ സപ്നോം കി ഹോം ഡെലിവറി, നരക് ദർ നരക്, ദുഃഖം സുഖം. ഈ സപ്നോം കി ഹോം ഡെലിവറി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് നോവലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടത്. അത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ അത് നോക്കുക. അവരുടെ തന്നെ ഏകാംകി സംഗ്രഹ ഓർ ആപ് ന ബദലേംഗെ. ഇപ്പം നമ്മൾ മമത കാലിയയുടെ ഏകാംകിയാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവരുടെ തന്നെ മറ്റൊരു ഏകാംകി സംഗ്രഹൻ്റെ പേര് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ഓർ ആപ് ന ബദലേംഗെ. ഓക്കെ. പിന്നീട് ഹിന്ദി എന്ന പേരുള്ള ഒരു ത്രൈമാസിക് പത്രിക, 3 മാസത്തിലൊരിക്കൽ
പബ്ലിഷ് ആവുന്ന ഒരു പത്രികയുടെ സമ്പാദകരായിരുന്നു, ഒരു എഡിറ്ററായിരുന്നു. അത് ഓർത്തിരിക്കണം. വ്യാസ സമ്മാൻ സഹിത് കൈ രാഷ്ട്രീയ പുരസ്കാരോं से सम्मानित हो चुकी है മമത കാലിയ. ഓക്കെ, ഇനി ഒരു പാർട്ട് സാരാംശ്, അതിൻ്റെ ഒരു സമ്മറി ആണെങ്കിൽ നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ममता कालिया जी की एकांकी जान से प्यारे एक काल्पनिक कथा का सहारा लेकर आज के मानव के रिश्तों में दिखाई देने वाली खोखलेपन को दर्शाती है. एक काल्पनिक कथा को आधार लेकर ഒരു ഇമാജിനറി സ്റ്റോറിയാണല്ലേ. അത് എന്താണ് കാണിക്കുന്നത്? മാനവ് കെ റിഷ്തോമേ ദിഖായി ദേനെ വാലി ഖോഖ്ലേപ്പൻ, മനുഷ്യരുടെ റിലേഷൻഷിപ്പിൽ കാണുന്ന ഈ പൊള്ളത്തരങ്ങൾ അത് കാണിക്കാനാണ് ഈ ഒരു ഇമാജിനറി സ്റ്റോറിയിലൂടെ മമത കാലിയ ശ്രമിക്കുന്നത്. हम जिन्हें अपनी जान से भी प्यारे होने का दावा करते हैं और जिनके वियोग में काफ़ी दुखी होते हैं, उनकी वापसी क्या हम सचमुच चाहते हैं या हमारा रोना धोना केवल दिखावा मात्र है? इसी और यह एकांकी सूचित करती है. നമ്മൾ ഈ കരയുന്നതും പിടിക്കുന്നതും പിന്നെ പത്രങ്ങളിൽ ദുഃഖവാർത്ത കൊടുക്കുന്നതും അവരെപ്പറ്റി നല്ല കാര്യങ്ങൾ പറയുന്നതും യഥാർത്ഥത്തിൽ സത്യം തന്നെയാണോ? നമ്മൾ വെറുതെ ഒരു ദുഃഖം നടിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഏകാംഗി ഉയർത്തുന്നത്. डॉक्टर कौशिक एक वैज्ञानिक हैं जो अपने प्रयोगशाला में एक ऐसे नुस्खे को खोज निकालते हैं, एक ऐसे घोल का आविष्कार करते हैं जिसके डालने से मरा हुआ कॉकरोच जी उठता है. वह इस आविष्कार को लेकर काफ़ी उत्तेजित होते हैं. उत्तेजित होना, एक्साइटेड होना, क्योंकि वे पीड़ा से कराहते मानवता के लिए जीवन का नया संदेश देना चाहते थे. लेकिन उनके सहयोगी अविनाश इस पर विश्वास नहीं करते. वह मानता है कि जन्म और मृत्यु चिरसत्य है. मृत्यु को रोका नहीं जा सकता, न ही उसे चुनौती दिया जा सकता है. वैसे भी अविनाश कॉकरोच की बात को भी जानता था. उसे आप कितना ही मारें, कुछ पल बाद उठ भागता है. इसलिए जिस कॉकरोच को जीवित करने का दावा डॉक्टर कौशिक ने किया था, शायद वो मरा ही ना था, ऐसा अविनाश सोचता है. लेकिन फिर भी डॉक्टर कौशिक के आग्रह के मुताबिक वह भी निकल पड़ता है पीड़ा से कराहती मानवता को जीवन का नया संदेश देने. डॉक्टर कौशिक और अविनाश 4 ऐसे घरों में जाते हैं जहां किसी न किसी की मृत्यु हुई हो और उनके प्रियजनों को रोते बिलखते छोड़ गए हो. कहीं किसी के पूज्य पिताजी की मृत्यु हुई है तो कहीं माताजी की, कहीं कोई जवान पति की मृत्यु हुई है तो कहीं जवान बीवी की. सभी घरों में मृतक के प्रति शोक मनाया जा रहा था. रोते बिलखते सभी अपने बिछड़े हुए प्रियजनों का गुणगान कर रहे थे. डॉक्टर कौशिक काफ़ी उत्तेजित होकर उनके पास जाते हैं और अपने आविष्कार के बारे में बताते हैं. लेकिन कोई अपने मृत परिजन को वापस नहीं चाहता. सभी कोई ना कोई बहाना बना ही लेते हैं. यहाँ तक कि जवान मृतकों को भी कोई वापस नहीं चाहता. वसीयतनामा, धन संपत्ति और जीवन के अन्य सुखों को सब श्रेयस्कर समझते हैं. अंत में डॉक्टर कौशिक को मानना पड़ता है कि अविनाश सही था और वे गलत. मौत जालिम है, മഗർ ജിന്ദഗിക്ക് കായദേ ഉസ്സെ ഭി ജാലിം. മരണം എന്ന് വെച്ചാൽ ഒരു ക്രൂരമായ ഒരു സത്യമാണ്. പക്ഷേ അതിനേക്കാളും ക്രൂരമാണ് ഈ ജീവിക്കുന്നവരുടെ ഓരോ രീതികൾ. ഓക്കെ, സോ അതായിരുന്നു മമത കാലിയയുടെ ജാൻ സേ പ്യാരെ എന്ന ഏകാംഗി. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല, ധൈര്യമായിട്ട് എഴുതിക്കോളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്.